ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണം. 120 മാർക്ക് ലഭിച്ച കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടുവെങ്കിൽ ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? എടാ അപ്പോൾ നോക്കിക്കേ, ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണം. അപ്പോൾ 40% കിട്ടിയ ആ കുട്ടി വിജയിച്ചു എന്ന് അർത്ഥം. ഓക്കെ അല്ലേ? 120 മാർക്ക് ലഭിച്ച കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഒരു കുട്ടിക്ക് 120 മാർക്ക് കിട്ടി, പക്ഷേ 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. അതായത് ആ 80 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി വിജയിക്കില്ലായിരുന്നു. അപ്പോൾ 120 മാർക്ക് കിട്ടിയ കുട്ടി അതിനോടൊപ്പം ഒരു 80 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ജയിക്കുമായിരുന്നു. അതായത് 120 + 80 200 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി വിജയിക്കുമായിരുന്നു അല്ലേ? നമ്മൾ ആദ്യം നോക്കിയില്ലേ, ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണമെന്ന്. ഇവിടെ ഒന്നെങ്കിൽ 40%, അല്ലെങ്കിൽ 200 മാർക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 40%-ന് 200 എടുത്തുവിടാം. 40%-മാണ് ഇവിടെ 200 എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? ഇവിടെ ആകെ എന്ന് പറയുമ്പോൾ നമുക്ക് ശതമാനത്തിലാണെങ്കിൽ എന്താ നമ്മൾ എടുക്കുക? 100% അല്ലേ ആകെ എന്ന് പറയുന്നത്. ഇവിടെ 40% ഇവിടെ 200 എന്നുണ്ട്. 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ പോരെ? ക്രോസ് ചെയ്യുമ്പോൾ 200 × 100, ഈ 40 ഡിവിഷനിലോട്ട് പോകും. /40. 0 0 വെട്ടാം. 4 20 വെട്ടാലോ? 5. ബാക്കി എത്രയുണ്ട്? 5 × 100 എത്രയാണ്? 500 മാർക്കാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി.